ഇക്കിഗായും അറ്റോമിക് ഹാബിറ്റ്സും ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്ന രണ്ട് പുസ്തകങ്ങൾ. രണ്ട് വഴികൾ, ഒരു യാത്ര. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ച് രണ്ട് ശക്തമായ പുസ്തകങ്ങളാണ് ഇക്കിഗായും അറ്റോമിക് ഹാബിറ്റ്സും. ഇവ രണ്ടും വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി പിറന്നവയാണ്. എന്നാൽ മനുഷ്യജീവിതത്തിന്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ അവ രണ്ടും ഒരേ സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഇക്കിഗായ് നമ്മോട് ചോദിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്: നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? അറ്റോമിക് ഹാബിറ്റ്സ് നമ്മോട് ചോദിക്കുന്നത് അത്രയേറെ പ്രായോഗികമായ മറ്റൊരു ചോദ്യമാണ്: നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരുമിച്ചുള്ള മറുപടിയാണ് ഈ പുസ്തകം. ഇക്കിഗായ് ജീവിതത്തിന് ഒരു ദിശ നൽകുന്നു. അത് മനുഷ്യനെ തൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. ലോകത്ത് തനിക്ക് എന്താണ് പ്രിയം? എന്ത് ചെയ്താലാണ് താൻ നന്നാകുന്നത്? മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യം? അതിലൂടെ തനിക്ക് എങ്ങനെ തൃപ്തി ലഭിക്കുന്നു? ഈ ചിന്തകൾ മനുഷ്യനെ ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അർത്ഥം കണ്ടെത്തിയതുകൊണ്ട് മാത്രം ജീവിതം മാറുന്നില്ല. അതിനെ ദിനചര്യയിൽ പകർത്താൻ കഴിയാതെ പോയാൽ ഇക്കിഗായ് ഒരു മനോഹരമായ ആശയമായി മാത്രം അവശേഷിക്കും. ഇവിടെയാണ് അറ്റോമിക് ഹാബിറ്റ്സ് പ്രസക്തമാകുന്നത്. അത് നമ്മെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റി ചെറിയ ശീലങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ദിവസം 1% മെച്ചപ്പെടുക എന്ന ആശയം ജീവിതത്തെ ഭാരമില്ലാത്ത മാറ്റങ്ങളിലൂടെ രൂപപ്പെടാൻ നമ്മെ സഹായിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് ജീവിതം മാറ്റാൻ അതിസാഹസികമായ തീരുമാനങ്ങൾ വേണ്ട എന്നതാണ്. പകരം പരാജയപ്പെടാൻ കഴിയാത്തത്ര ചെറുതായ ശീലങ്ങൾ മതി. അർത്ഥമുള്ള ജീവിതം ഒരു ദിവസം കൊണ്ടല്ല, ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. ഈ പുസ്തകം ഈ രണ്ട് ആശയങ്ങളെ വേർതിരിച്ചവതരിപ്പിക്കുന്നില്ല. കാരണം ഇക്കിഗായ് ഇല്ലാതെ ശീലങ്ങൾക്ക് ആത്മാവില്ല. ശീലങ്ങളില്ലാതെ ഇക്കിഗായ്ക്ക് ശരീരമില്ല. ഇക്കിഗായ് എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് നിങ്ങൾ എങ്ങനെ ആ ജീവിതം ജീവിക്കണമെന്ന് കാണിച്ചു തരുന്നു. ഒന്നിനർത്ഥം നൽകുമ്പോൾ മറ്റൊന്ന് അതിനെ പ്രവർത്തനമാക്കുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത് ഒരു പ്രതിസന്ധിക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം ശരിയാവട്ടെ എന്ന പ്രതീക്ഷയോടെ ആയിരിക്കാം. നിങ്ങൾ യുവാവായിരിക്കാം, ഉദ്യോഗസ്ഥനോ തൊഴിലന്വേഷകനോ ആകാം, വീട്ടമ്മയായിരിക്കാം, മധ്യവയസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയായിരിക്കാം. നിങ്ങളുടെ സാഹചര്യം എന്തായാലും ഈ പുസ്തകം നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഇനിയും വൈകിയിട്ടില്ല. ഈ അധ്യായങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ നൽകും. നിങ്ങളുടെ ഇക്കിഗായിയെ കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതിനെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ വിശദമാക്കുന്ന ചെറിയ ശീലങ്ങളായി മാറ്റാൻ നിങ്ങളെ സഹായിക്കും. ഇത് രണ്ട് പുസ്തകങ്ങളുടെ ചുരുക്കമല്ല, ഇത് രണ്ട് ചിന്തകളുടെ സംഗമമാണ്. ഇക്കിഗായ് ജീവിതത്തിന് അർത്ഥം നൽകുന്നു, അറ്റോമിക് ഹാബിറ്റ്സ് ആ അർത്ഥം ജീവിതമാക്കുന്നു. ജീവിതത്തിന് ഒരു കാരണം വേണം. നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തൽ. ജീവിതം ഒരുപാട് ആളുകൾക്ക് രാവിലെ അലാറം മുഴങ്ങുമ്പോൾ തുടങ്ങുന്ന ഒരു ബാധ്യതയാണ്. എഴുന്നേൽക്കണം, ജോലി ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം, രാത്രിയിൽ ക്ഷീണത്തോടെ ഉറക്കം, അടുത്ത ദിവസം വീണ്ടും അതേ ചക്രം. ഇങ്ങനെയൊരു ആവർത്തനത്തിൻ്റെ നടുവിൽ പലരും ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാകും: ഇതാണോ ജീവിതം? ഈ ചോദ്യം സ്വയം ചോദിക്കുന്ന നിമിഷമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപുകളിൽ നിന്നുയർന്ന ഇക്കിഗായ് എന്ന ആശയം ഈ ചോദ്യത്തിനുള്ള ലളിതവും ആഴമുള്ളതുമായ മറുപടിയാണ്. ഇക്കി എന്നത് ജീവിക്കുക എന്നും ഗായ് എന്നത് മൂല്യം അല്ലെങ്കിൽ കാരണം എന്നും അർത്ഥം നൽകുന്നു. അതായത് രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ആന്തരിക കാരണമാണ് ഇക്കിഗായ്. വലിയ സ്വപ്നങ്ങളായിരിക്കണമെന്നില്ല. ചിലർക്കത് കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയായിരിക്കും, ചിലർക്കത് കൃഷിയിടത്തിലെ മണ്ണിൻ്റെ ഗന്ധമായിരിക്കും, മറ്റു ചിലർക്കത് സ്വന്തം കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിമിഷങ്ങളായിരിക്കും. ഇക്കാലത്ത് മനുഷ്യർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ മാത്രമല്ല, അർത്ഥശൂന്യതയാണ്. ആവശ്യത്തിനുമപ്പുറം സൗകര്യങ്ങളുള്ള കാലത്തും ലക്ഷക്കണക്കിന് ആളുകളുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുമാണ് മനുഷ്യൻ ഒറ്റപ്പെടുന്നത്. എവിടെയും പൂർണ്ണമായും സന്തോഷിക്കാൻ നമുക്കാകുന്നില്ല.
ഇക്കിഗായ് നമ്മളോട് പറയുന്നത് വളരെ സുതാര്യമാണ്. സന്തോഷം പുറത്തന്വേഷിക്കേണ്ടതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന് എന്താണ് നൽകുന്നത് എന്ന ചോദ്യത്തേക്കാൾ നിങ്ങൾക്ക് ആഴത്തിൽ തൃപ്തി നൽകുന്നത് എന്താണ് എന്നതാണ് ഇക്കിഗായ് ചോദിക്കുന്നത്. ആ കാര്യം ഒരാൾക്ക് സംഗീതമാകാം, മറ്റൊരാൾക്ക് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതാകാം, ഇനിയൊരാൾക്ക് പുസ്തകങ്ങൾ വായിച്ച് അറിവ് പങ്കുവയ്ക്കുന്നതാകാം. ഇത്തരം ലളിതമായ സന്തോഷങ്ങളാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ഇക്കിഗായ് കണ്ടെത്തൽ ഒരൊറ്റ ദിവസത്തെ പ്രക്രിയയല്ല, അത് ഒരു ആത്മപരിശോധനയാണ്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ജീവനുള്ളതായി അനുഭവപ്പെട്ട നിമിഷങ്ങൾ ഓർക്കുമ്പോൾ അവിടെ ഒരു സൂചന ഒളിഞ്ഞിരിപ്പുണ്ടാകും. നിങ്ങൾ സമയം മറന്നു മുഴുകിയ കാര്യങ്ങൾ, പ്രതിഫലമില്ലെങ്കിലും ചെയ്യാൻ തയ്യാറായ പ്രവൃത്തികൾ, മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിച്ച കഴിവുകൾ, ഇവയൊക്കെ ഇക്കിഗായിലേക്കുള്ള വഴികാട്ടികളാണ്. പലരും ഇവയെ അവഗണിക്കുന്നു, കാരണം അവ വലിയ കാര്യങ്ങളായി തോന്നുന്നില്ല. എന്നാൽ ഇക്കിഗായിയുടെ സൗന്ദര്യം അതിലാണ്, അത് ചെറിയ കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. ആധുനിക ലോകം നമ്മോട് നിരന്തരം പറയുന്നു, വേഗത്തിൽ മുന്നോട്ടു പോകണം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യണം, കൂടുതൽ നേടണം. ഈ സമ്മർദ്ദത്തിലാണ് പലരും സ്വന്തം ഉള്ളിലെ ശബ്ദം കേൾക്കാതെ പോകുന്നത്. ഇക്കിഗായ് നമ്മെ വേഗത കുറയ്ക്കാൻ പഠിപ്പിക്കുന്നു. ജീവിതം ഒരോട്ടമല്ല, ഒരു യാത്രയാണ് എന്ന ബോധം നൽകുന്നു. ഓരോ ദിവസവും അർത്ഥവത്താകുമ്പോൾ ഭാവി സ്വയം മനോഹരമാകും. ഇവിടെയാണ് ഇക്കിഗായും ശീലങ്ങളും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ജീവിതത്തിന് ഒരു കാരണം കണ്ടെത്തിയാൽ മാത്രം മതിയാകില്ല, അതിനെ നിലനിർത്താൻ ദിനചര്യയിൽ അതിന് ഇടം നൽകണം. ഒരു അധ്യാപകന്റെ ഇക്കിഗായ് കുട്ടികളുടെ വളർച്ചയാണെങ്കിൽ അവൻ ദിവസേന പഠനത്തിൽ ചെറിയ മെച്ചപ്പെടുത്തലുകൾ വരുത്തും. ഒരു എഴുത്തുകാരന്റെ ഇക്കിഗായ് ചിന്തകൾ പങ്കുവെക്കലാണെങ്കിൽ അവൻ ദിവസേന കുറച്ചു വരികളെങ്കിലും എഴുതും. ഇങ്ങനെ ഇക്കിഗായ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനമായി മാറുമ്പോഴാണ് അത് ശക്തമാകുന്നത്. ഒക്കിനാവയിലെ ദീർഘായുസ്സുള്ള മനുഷ്യരെക്കുറിച്ച് പഠിച്ച ഗവേഷകർ കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം ഇതാണ്. അവർ വിരമിക്കൽ എന്ന ആശയത്തെ ഗൗരവത്തിലെടുക്കുന്നില്ല. ജീവിതം അവസാനിക്കുന്നതുവരെ അവർക്ക് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കൃഷി, സാമൂഹ്യ സേവനം, കുടുംബ പരിപാലനം, എന്തായാലും അവർക്ക് ഓരോ ദിവസവും ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യബോധമാണ് അവരെ മാനസികമായി സജീവമാക്കുന്നത്. ശാരീരികാരോഗ്യത്തിനും അത് സഹായകമാകുന്നു. നമ്മൾ പലപ്പോഴും ജീവിതം ആസ്വദിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇക്കിഗായ് പറയുന്നത് ജീവിതം അർത്ഥവത്താക്കണം എന്നാണ്. അർത്ഥമുള്ള ജീവിതത്തിൽ സന്തോഷം സ്വാഭാവികമായി എത്തും. സന്തോഷം പിന്തുടരുമ്പോൾ അത് പലപ്പോഴും കൈവിട്ടു പോകും. എന്നാൽ അർത്ഥം പിന്തുടരുമ്പോൾ സന്തോഷം നിങ്ങളെ പിന്തുടരും. അതാണ് ഇക്കിഗായുടെ ആഴത്തിലുള്ള സത്യം. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇക്കിഗായ് ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അത് കൂടുതൽ വ്യക്തമാക്കുന്നു. കഷ്ടപ്പാടുകൾ നമ്മെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്തിനാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇക്കിഗായ്. അത് കണ്ടെത്തിയ ഒരാൾക്ക് പരാജയങ്ങൾ അവസാനമല്ല, അവ പഠനങ്ങളാണ്. കാരണം അയാൾക്ക് തൻ്റെ വഴിയുടെ അർത്ഥം വ്യക്തമാണ്. ഈ നിമിഷം നമ്മൾ ഒരു ചോദ്യം സ്വയം ചോദിക്കണം: എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ ചോദ്യം മനസ്സിൽ പതിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തും. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ആ ഒരു കാര്യം കമന്റിൽ എഴുതുമല്ലോ. ഇനി ഈ ഇക്കിഗായ് എങ്ങനെ ചെറിയ ശീലങ്ങളാക്കി മാറ്റാം, അവ എങ്ങനെ ജീവിതത്തെ പതുക്കെ പക്ഷെ ഉറച്ച രീതിയിൽ മാറ്റുന്നു എന്നതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജീവിതത്തിന് ഒരു കാരണം കണ്ടെത്തുന്നത് തുടക്കമാണ്. അത് ജീവിക്കുന്ന രീതിയാക്കി മാറ്റുന്നതാണ് യഥാർത്ഥ യാത്ര. അവിടെയാണ് അറ്റോമിക് ഹാബിറ്റ്സ് നമുക്ക് വഴികാട്ടിയാകുന്നത്. ചെറിയ ശീലങ്ങൾ, വലിയ മാറ്റങ്ങൾ, ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ദൈനംദിന തീരുമാനങ്ങൾ. ജീവിതത്തിന് ഒരു കാരണം കണ്ടെത്തിയ നിമിഷം തന്നെ എല്ലാം മാറുമെന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു. ഇക്കിഗായ് കണ്ടെത്തിയാൽ ജീവിതം സ്വയം മനോഹരമാകുമെന്നൊരു തെറ്റിദ്ധാരണയും നിലനിൽക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇക്കിഗായ് ഒരു ദിശയാണ്. ആ ദിശയിലേക്ക് നമ്മെ ദിവസേന നീക്കുന്നത് ശീലങ്ങളാണ്. ശീലങ്ങളില്ലാത്ത ഇക്കിഗായ് ഒരു മനോഹരമായ സ്വപ്നം മാത്രമാണ്, പ്രവർത്തനമില്ലാത്ത ആഗ്രഹം പോലെ. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ബോധപൂർവമായ തീരുമാനങ്ങളാലല്ല, മറിച്ച് സ്വയമേവ നടക്കുന്ന ശീലങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്.
രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിന്തിക്കാതെയാണ്. ചായ കുടിക്കുന്ന സമയം, മൊബൈൽ തുറക്കുന്ന രീതി, സംസാര ശൈലി, സമയനിയന്ത്രണം ഇവയെല്ലാം ശീലങ്ങളാണ്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത് വലിയ തീരുമാനങ്ങളല്ല, ചെറിയ ശീലങ്ങളാണ്. അറ്റോമിക് എന്ന വാക്ക് ഇവിടെ ചെറിയതെന്ന് അർത്ഥം നൽകുന്നു. കാണാൻ ചെറുതാണെങ്കിലും അതിൻ്റെ ശക്തി വലുതാണ്. ഒരു ദിവസം ഒരു പേജ് വായിക്കുന്നത് വലിയ കാര്യമല്ലെന്ന് തോന്നാം, എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അത് അറിവിൻ്റെ വലിയ സംഭരണമായി മാറും. ദിവസേന 10 മിനിറ്റ് നടക്കുന്നത് ചെറിയ ശ്രമമായി തോന്നാം, എന്നാൽ കാലക്രമേണ അത് ആരോഗ്യമുള്ള ശരീരത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കും. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഇങ്ങനെ ചെറിയ എന്നാൽ ആവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും ലക്ഷ്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വർഷം ഇത്രയും നേടണം, ഈ ജോലി ലഭിക്കണം, ഇത്രയും തൂക്കം കുറയ്ക്കണം. ലക്ഷ്യങ്ങൾ ആവശ്യമാണ്, എന്നാൽ അവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. കാരണം ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന സിസ്റ്റങ്ങൾ അവർക്കില്ല. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ പ്രാധാന്യമുള്ള സിസ്റ്റമാണെന്നതാണ്. ലക്ഷ്യം നിങ്ങളെ പ്രചോദിപ്പിക്കും, പക്ഷേ സിസ്റ്റമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇക്കിഗായ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ്. ഒരാൾക്ക് സമൂഹ സേവനമാണ് ഇക്കിഗായ് എങ്കിൽ അതിനായി ദിവസേന സമയം മാറ്റിവെക്കുന്ന ശീലം വേണം. ഒരാൾക്ക് പഠനമാണ് ഇക്കിഗായ് എങ്കിൽ ദിവസേന പഠനത്തിനായി ചെറിയ സമയമെങ്കിലും മാറ്റിവെക്കേണ്ടതുണ്ട്. ഇക്കിഗായ് ഒരു വലിയ ലക്ഷ്യമായി തുടരുമ്പോൾ ശീലങ്ങൾ അതിനെ ദൈനംദിന യാഥാർത്ഥ്യമാക്കുന്നു. ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവ മാറ്റാൻ കഴിയൂ. ഓരോ ശീലത്തിനും ഒരു ലളിതമായ ചക്രമുണ്ട്. ഒരു സൂചന, അതിന് പിന്നാലെയുള്ള പ്രവർത്തനം, പിന്നെ ലഭിക്കുന്ന പ്രതിഫലം. മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ഒരു സൂചനയാണ്. ഫോൺ തുറക്കുന്നത് പ്രവർത്തനം, ലഭിക്കുന്ന ചെറിയ സന്തോഷമാണ് പ്രതിഫലം. ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് ശീലമായി മാറുന്നു. ഈ ശീലങ്ങൾ പലപ്പോഴും നമ്മെ നമ്മുടെ ഇക്കിഗായിൽ നിന്ന് അകറ്റുന്നവയായിരിക്കും. സമയം നഷ്ടപ്പെടുത്തുന്ന ശീലങ്ങൾ, ആരോഗ്യത്തെ ബാധിക്കുന്ന ശീലങ്ങൾ, ആത്മവിശ്വാസം കുറയ്ക്കുന്ന ശീലങ്ങൾ ഇവയെല്ലാം ചെറിയതായാണ് തുടങ്ങുന്നത്, പക്ഷേ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. പലരും ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പൂർണ്ണമായ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. നാളെ മുതൽ എല്ലാം മാറും എന്ന തീരുമാനം. എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അധികകാലം നിലനിൽക്കാറില്ല. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് വിപരീതമായാണ്. വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പരാജയപ്പെടാൻ കഴിയാത്തത്ര ചെറുതായ മാറ്റങ്ങൾ. ഒരു ദിവസം ഒരു പേജ് എഴുതുക, 2 മിനിറ്റ് ധ്യാനം ചെയ്യുക, 1 ഗ്ലാസ് വെള്ളം അധികമായി കുടിക്കുക. ഈ ചെറിയ വിജയങ്ങൾ ആത്മവിശ്വാസം നൽകും, തുടർന്ന് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ജീവിതത്തിൽ സ്ഥിരതയുള്ള മാറ്റങ്ങൾ വരുന്നത് പ്രചോദനത്തിലൂടെയല്ല, തിരിച്ചറിയലിലൂടെയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നതിന് പകരം ഞാൻ ആരാണ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമാകുന്നത്. ഒരാൾ ഞാൻ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നയാളാണ് എന്ന് സ്വയം വിശ്വസിക്കുമ്പോൾ അവൻ്റെ തീരുമാനങ്ങൾ സ്വാഭാവികമായും മാറും. അവൻ വ്യായാമം ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി കണക്കാക്കില്ല, അത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്നവൻ കരുതും. ഇങ്ങനെയാണ് അറ്റോമിക് ഹാബിറ്റ്സ് വ്യക്തിത്വത്തോടൊപ്പം ശീലങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ഇക്കിഗായും അതേ ആശയത്തിലേക്കാണ് നയിക്കുന്നത്. നിങ്ങളുടെ ഇക്കിഗായ് നിങ്ങൾ ആരാണെന്ന് നിർവചിക്കുന്നു. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കൽ നിങ്ങളുടെ ഇക്കിഗായുടെ ഭാഗമാണെങ്കിൽ പഠനം നിങ്ങളുടെ ശീലമാകണം. നിങ്ങൾ ഒരു കലാകാരനാണെങ്കിൽ സൃഷ്ടി നിങ്ങളുടെ ശീലമാകണം. ഈ ശീലങ്ങൾ നിർബന്ധിതമല്ല, അവ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സ്വാഭാവിക പ്രകടനങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുകളും ശീലങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷം, നിങ്ങൾ ഇടപെടുന്ന ആളുകൾ, നിങ്ങൾ കാണുന്ന ഉള്ളടക്കം ഇവയെല്ലാം നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നു. അതിനാൽ ശീലങ്ങൾ മാറ്റണമെങ്കിൽ മനസ്സ് മാറ്റുന്നതിലുപരി പരിസരം മാറ്റേണ്ടതുണ്ട്. പുസ്തകങ്ങൾ കാണുന്ന സ്ഥലത്തു വെച്ചാൽ വായന സ്വാഭാവികമാകും. അനാവശ്യ ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കിയാൽ ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറയും. ഇക്കിഗായിയെ പിന്തുണയ്ക്കുന്ന പരിസരം സൃഷ്ടിക്കുമ്പോൾ ശീലങ്ങൾ സ്വയം ശക്തമാകും. ജീവിതത്തിലെ പരാജയങ്ങൾ പലപ്പോഴും ശീലങ്ങളുടെ അഭാവം കൊണ്ടല്ല, തുടർച്ചയുടെ അഭാവം കൊണ്ടാണ്. ഒരാൾക്ക് 2 ദിവസം നല്ല ശീലങ്ങൾ പാലിക്കാം,
മൂന്നാം ദിവസം പിഴച്ചാൽ എല്ലാം ഉപേക്ഷിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണത വേണ്ട, തുടർച്ച മതി എന്നാണ്. ഒരു ദിവസം പിഴച്ചാൽ അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക. ഇക്കിഗായ് ഉള്ള ഒരാൾക്ക് ഇത് എളുപ്പമാണ്. കാരണം അവൻ അറിയുന്നു ഇത് ഒരു ദിവസത്തെ ശീലമല്ല, ജീവിതയാത്രയാണ്. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ് നാളെയുടെ ജീവിതം. വലിയ മാറ്റങ്ങൾ ഒരു ദിവസം സംഭവിക്കില്ല. പക്ഷേ ചെറിയ ശീലങ്ങൾ ദിനംപ്രതി ആവർത്തിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പോലും ജീവിതം മാറിക്കൊണ്ടിരിക്കും. ഇക്കിഗായ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ആ അർത്ഥത്തെ യാഥാർത്ഥ്യമാക്കുന്നു. അടുത്തതായി, ഈ ശീലങ്ങൾ എങ്ങനെ വ്യക്തമായി മാറുന്നു? ഞാൻ എന്തു ചെയ്യുന്നു എന്നതിൽ നിന്ന് ഞാൻ ആരാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എങ്ങനെ ഉയരുന്നു എന്നതിലേക്കാണ് കടക്കുന്നത്. കാരണം യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് പ്രവർത്തനത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലാണ്. ജീവിതം ചെറു ചുവടുകളുടെ കൂട്ടമാണ്. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ആ ചെറിയ ചുവടുകളാണ് ഒടുവിൽ നിങ്ങളെ നിങ്ങളാകാൻ സഹായിക്കുന്നത്. ആരാകണമെന്ന് തീരുമാനിക്കുക. ജീവിതത്തെ രൂപപ്പെടുത്തുന്ന തിരിച്ചറിയൽ. മനുഷ്യൻ ജീവിതം മുഴുവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ജോലി നേടണം, കൂടുതൽ പഠിക്കണം, ആരോഗ്യം മെച്ചപ്പെടുത്തണം, സാമ്പത്തികമായി സുരക്ഷിതനാകണം. ഈ ശ്രമങ്ങളൊക്കെ ഒരേ ദിശയിലേക്കാണ് നയിക്കുന്നത്, മാറ്റത്തിലേക്കുള്ള ആഗ്രഹം. പക്ഷേ ഈ മാറ്റങ്ങൾ പലപ്പോഴും താൽക്കാലികമാകുന്നു. കുറച്ചു ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം പഴയ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു. കാരണം നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെയാണ്, നമ്മൾ ആരാണ് എന്ന അടിസ്ഥാന ബോധത്തെയല്ല. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ഏറ്റവും ശക്തമായ ആശയങ്ങളിലൊന്നാണ് ഐഡന്റിറ്റി അടിസ്ഥാനത്തിലുള്ള മാറ്റം. ഞാൻ എന്തു നേടണം എന്ന ചോദ്യത്തേക്കാൾ ശക്തമാണ് ഞാൻ ആരാകണം എന്ന ചോദ്യം. ലക്ഷ്യങ്ങൾ നമ്മെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. തിരിച്ചറിയൽ നമ്മെ ഒരു വ്യക്തിയാക്കി മാറ്റും. ഈ തിരിച്ചറിയലാണ് ദീർഘകാല മാറ്റങ്ങളുടെ അടിസ്ഥാനം. ഇക്കിഗായ് ഈ തിരിച്ചറിയലിന് ആത്മാർത്ഥമായ ഒരർത്ഥം നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങളുടെ തിരിച്ചറിയലിന്റെ ഭാഗമാകണം. ഒരു വ്യക്തി എനിക്ക് എഴുതണം എന്ന് പറയുന്നതും ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് വിശ്വസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരാഗ്രഹമാണ്, രണ്ടാമത്തേത് ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ഉണ്ടാകുമ്പോൾ എഴുതുന്നത് ഒരു പരിശ്രമമല്ല, അത് സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തിരിച്ചറിയലുകളും ചുമന്നു നടക്കുന്നു. എനിക്ക് ഗണിതം പറ്റില്ല, ഞാൻ കൃത്യമായി സമയം പാലിക്കാത്ത ആളാണ്, എനിക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ തന്നെ നമ്മോട് പറയുന്ന കഥകളാണ്. ഈ കഥകൾ സത്യമാകുന്നത് അവ ആവർത്തിക്കപ്പെടുന്നതിനാലാണ്. നമ്മൾ സ്വയം വിശ്വസിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് തിരിച്ചറിയൽ മാറ്റാതെ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് ദീർഘകാലം നിലനിൽക്കാത്തത്. ഒരു പുതിയ തിരിച്ചറിയൽ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നില്ല, അത് ചെറിയ തെളിവുകളിലൂടെ രൂപപ്പെടുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു പേജ് എഴുതുമ്പോൾ നിങ്ങൾ സ്വയം നൽകുന്ന സന്ദേശം ഞാൻ എഴുതുന്ന ആളാണ് എന്നതാണ്. നിങ്ങൾ മഴയുണ്ടെങ്കിലും നടക്കാൻ പോകുമ്പോൾ ഞാൻ ആരോഗ്യം മുൻഗണന നൽകുന്ന ആളാണ് എന്ന തിരിച്ചറിയൽ ശക്തമാകുന്നു. ഈ ചെറിയ തെളിവുകൾ ദിവസേന കൂട്ടിച്ചേർക്കുമ്പോൾ പഴയ തിരിച്ചറിയൽ പതുക്കെ ദുർബലമാകുകയും പുതിയ തിരിച്ചറിയൽ ശക്തമാകുകയും ചെയ്യുന്നു. ഇക്കിഗായ് ചോദിക്കുന്നത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. നിങ്ങൾ ആരാകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നത് ഒരു ആത്മപരിശോധനയാണ്. നിങ്ങൾ ഏറ്റവും ജീവനുള്ളതായി അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ ആരായിരുന്നു? സഹായിക്കുന്ന ഒരാളായിരുന്നോ? പഠിക്കുന്ന ഒരാളായിരുന്നോ? ക്രിയേറ്റീവായ ഒരാളായിരുന്നോ? അവിടെ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ തിരിച്ചറിയൽ ഒളിഞ്ഞിരിക്കുന്നത്. സമൂഹം പലപ്പോഴും നമ്മെ മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. ജോലി, പദവി, വരുമാനം ഇവയിലൂടെയാണ് നമ്മുടെ മൂല്യം അളക്കപ്പെടുന്നത്. പക്ഷേ ഇക്കിഗായ് ഈ അളവുകോലുകളെ മറികടക്കുന്നു. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു, നിങ്ങൾക്ക് എത്രമാത്രം തൃപ്തി നൽകുന്നു, ഇവയാണ് യഥാർത്ഥ അളവുകൾ. ഈ ബോധം തിരിച്ചറിയലായി മാറുമ്പോൾ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം ലളിതമാകും. തിരിച്ചറിയൽ മാറ്റം ഒരുപാട് ധൈര്യം ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ്. കാരണം അതിനോടൊപ്പം പഴയ ശീലങ്ങളും ബന്ധങ്ങളും ചിന്താധാരകളും ചോദ്യം ചെയ്യപ്പെടും.
ഇതുവരെ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന വാചകം ഇനി മുതൽ ഞാൻ ഇങ്ങനെയാകാം എന്ന പ്രതീക്ഷയ്ക്ക് വഴിമാറണം. ഈ മാറ്റത്തിനിടെ സംശയങ്ങളും ഭയങ്ങളും ഉണ്ടാകും. പക്ഷേ ഇക്കിഗായുള്ള ഒരാൾക്ക് ഈ സംശയങ്ങളെ അതിജീവിക്കാൻ ഒരു ആന്തരിക ശക്തിയുണ്ടാകും. കാരണം അവൻ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം വ്യക്തമായി അറിയുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഒരു ദിവസം എത്ര വലിയ മാറ്റം വരുത്തി എന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ പുതിയ തിരിച്ചറിയലിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തു എന്നതാണ്. ഓരോ ചെറിയ തീരുമാനവും ഒരു വോട്ടാണ്. നിങ്ങൾ ആരാകണം എന്നതിന് നിങ്ങൾ നൽകുന്ന വോട്ട്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വോട്ടുകൾ ഒന്നിച്ച് ഒരു ശക്തമായ തിരിച്ചറിയലായി മാറുന്നു. ഇക്കിഗായും തിരിച്ചറിയലും ചേർന്നാൽ ജീവിതം ഒരു നിർബന്ധമല്ല, ഒരു പ്രകടനമായി മാറുന്നു. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ അർത്ഥത്തിൻ്റെ പ്രകടനമാകുന്നു. ജോലി ഒരു ബാധ്യതയല്ല, അത് നിങ്ങളുടെ മൂല്യങ്ങളുടെ തുടർച്ചയാകുന്നു. ജീവിതം അപ്പോൾ കൂടുതൽ സത്യസന്ധവും സമാധാനപൂർണവുമായ അനുഭവമായി മാറുന്നു. സ്ഥിരമായ മാറ്റങ്ങൾ തുടങ്ങുന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയൽ മാറ്റുമ്പോൾ ശീലങ്ങൾ സ്വയം മാറും. ശീലങ്ങൾ മാറുമ്പോൾ ജീവിതം സ്വയം മാറും. ഇക്കിഗായ് ആ മാറ്റത്തിൻ്റെ ആത്മാവാണ്. അറ്റോമിക് ഹാബിറ്റ്സ് അതിൻ്റെ ശരീരമാണ്. അടുത്തതായി ഈ പുതിയ തിരിച്ചറിയലും ശീലങ്ങളും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. പരാജയങ്ങൾ, തടസ്സങ്ങൾ, മടി, വീഴ്ചകൾ. അവ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ വീണ്ടും എഴുന്നേൽക്കാം എന്നതിലേക്കാണ് നമ്മുടെ യാത്ര. കാരണം മാറ്റം എന്നത് ഒരു നേരിയ വരയല്ല, അത് വളവുകളും വീഴ്ചകളും നിറഞ്ഞ ഒരു വഴിയാണ്. ജീവിതം മാറുന്നത് ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങൾ സ്വയം പറയുന്ന കഥ മാറുന്ന നിമിഷത്തിലാണ്. തടസ്സങ്ങൾ, പരാജയങ്ങൾ, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ്. ജീവിതം നേരെ മുന്നോട്ടു പോകുന്ന ഒരു പാതയല്ല, അത് വളവുകളും കുഴികളും വീഴ്ചകളും പരാജയങ്ങളും നിറഞ്ഞ ഒരു യാത്രയാണ്. ഇക്കിഗായ് കണ്ടെത്തിയ ഒരാളും ശീലങ്ങൾ നിർമ്മിച്ച ഒരാളും പോലും ഈ വഴിയിൽ ഒരിക്കലും വീഴ്ച അനുഭവിക്കില്ലെന്ന് കരുതുന്നത് യാഥാർത്ഥ്യമല്ല. മറിച്ച് അർത്ഥമുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നവരാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നത്. കാരണം അവർ വെറും ഒഴുക്കിനൊപ്പമല്ല, അവർ നിശ്ചയിക്കുന്ന ഒരു ദിശയിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ പലപ്പോഴും പരാജയം എന്ന വാക്കിനെ ഭയപ്പെടുന്നു. പരാജയം ഒരു അവസാനം എന്ന പോലെ തോന്നിപ്പിക്കുന്നു. എന്നാൽ ഇക്കിഗായുടെ ദൃഷ്ടിയിൽ പരാജയം ഒരു താൽക്കാലിക വിരാമമാണ്, ഒരു പാഠമാണ്, ചിലപ്പോൾ ഒരു തിരിച്ചറിവുമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയോട് നിങ്ങളുടെ ബന്ധം എത്ര ശക്തമാണെന്ന് പരീക്ഷിക്കുന്ന നിമിഷങ്ങളാണ് ഇവ. ഇതെല്ലാം സഹിച്ചും നിങ്ങൾ മുന്നോട്ടു പോകുമോ എന്ന ചോദ്യമാണ് ഓരോ തടസ്സവും നമ്മോട് ചോദിക്കുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ പഠിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം തന്നെയാണ്. ശീലങ്ങൾ തകരുന്നത് ഒരു ദിവസത്തെ പിഴവ് കൊണ്ടല്ല, അവസാനിപ്പിച്ചു കളയുന്ന തീരുമാനത്തിലൂടെയാണ്. ഒരു ദിവസം നിങ്ങൾ വ്യായാമം ചെയ്യാതിരുന്നത് പരാജയമല്ല, ഒരാഴ്ച മുഴുവൻ ചെയ്യാതിരുന്നതും പരാജയമല്ല. ഇനി വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിക്കുന്ന നിമിഷമാണ് യഥാർത്ഥ വീഴ്ച. തുടർച്ചയേക്കാൾ പ്രധാനപ്പെട്ടത് വീണ്ടും തുടങ്ങാനുള്ള മനസ്സാണ്. മടി, ക്ഷീണം, ആത്മവിശ്വാസക്കുറവ് എന്നിവയെ നമ്മൾ പലപ്പോഴും സ്വഭാവദോഷങ്ങളായി കാണുന്നു. എനിക്കത്ര ശക്തിയില്ല, എനിക്ക് സ്ഥിരതയില്ല എന്നൊക്കെയാണ് നമ്മൾ നമ്മോട് പറയുന്നത്. എന്നാൽ സത്യം അതല്ല. പലപ്പോഴും പ്രശ്നം വ്യക്തിത്വത്തിനല്ല, സംവിധാനങ്ങളിലാണ്. ഒരു ശീലം പാലിക്കാൻ വേണ്ട ചുറ്റുപാടും സമയവും പിന്തുണയുമില്ലെങ്കിൽ ഏറ്റവും ശക്തനായ മനുഷ്യനും തളരും. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിനെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ പരിസരം പരിശോധിക്കുക. ഇക്കിഗായ് ഉള്ള ഒരാൾക്ക് ഈ പരിശോധന എളുപ്പമാണ്. കാരണം അവൻ എന്തിനാണ് ഈ വഴിയിൽ ഇറങ്ങിയതെന്ന് സ്വയം അറിയുന്നു. ക്ഷീണിച്ച നിമിഷങ്ങളിൽ ഇക്കിഗായ് ഒരു ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം ചെറിയ വീഴ്ചകളിൽ വലിയ നിരാശകളാകുന്നത് തടയും. അതാണ് ഇക്കിഗായ് നൽകുന്ന ആന്തരിക ശക്തി. ജീവിതത്തിൽ ചില ദിവസങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാതെ കടന്നുപോകും. എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന ദിവസങ്ങൾ. അത്തരം നിമിഷങ്ങളിൽ നമ്മൾ പൂർണ്ണതയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരണം. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് ലളിതമാണ്. എന്തെങ്കിലും ചെയ്യുക, എത്ര ചെറുതായാലും. ഒരു വരി എഴുതുക, 2 മിനിറ്റ് നടക്കുക, ഒരു പേജ് വായിക്കുക. ഈ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മോട് പറയുന്ന സന്ദേശം വലുതാണ്. ഞാൻ ഇപ്പോഴും ഈ വഴിയിൽ തന്നെയാണ്.
പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ സമൂഹത്തിന്റെ സ്വാധീനവും വലുതാണ്. മറ്റുള്ളവരുടെ വിജയം നമ്മെ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലെ പൂർണ്ണത നിറഞ്ഞതെന്ന് തോന്നിപ്പിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ അപൂർണതയെ കൂടുതൽ മൂർച്ഛപ്പെടുത്തും. ഇക്കിഗായ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മനുഷ്യന്റെയും യാത്ര വ്യത്യസ്തമാണെന്ന സത്യമാണ്. നിങ്ങളുടെ അർത്ഥം മറ്റൊരാളുടെ നേട്ടവുമായി താരതമ്യം ചെയ്യാനാവില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രം ഉയർന്നു വരുന്ന ഒന്നാണ്. വീഴ്ചകളുടെ നടുവിലും ശീലങ്ങൾ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യമുണ്ട്. സ്വയം ദയ കാണിക്കുക. സ്വയം കർശനമായി വിധിക്കുന്നത് മാറ്റത്തെ നശിപ്പിക്കും. ഇന്നലെ പിഴച്ചു, ഇന്ന് വീണ്ടും ശ്രമിക്കാം എന്ന മനോഭാവമാണ് ദീർഘകാല വിജയത്തിന്റെ അടിസ്ഥാനം. ഇക്കിഗായ് ഉള്ള ഒരാൾക്ക് ഈ ദയ സ്വാഭാവികമാകും. കാരണം അവൻ ജീവിതത്തെ ഒരു മത്സരമായി കാണുന്നില്ല, ഒരു പഠനമായി കാണുന്നു. ചിലപ്പോൾ തടസ്സങ്ങൾ നമ്മെ വഴിതിരിപ്പിക്കാൻ വേണ്ടിയല്ല, വഴി തിരുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഇക്കിഗായ് യഥാർത്ഥത്തിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം ചില പരാജയങ്ങൾ ഉയർത്തും. അത് ഒരവസരമാണ്, ജീവിതത്തിന്റെ അർത്ഥത്തെ വീണ്ടും പരിശോധിക്കാനുള്ള അവസരം. ഇക്കിഗായ് ഒരു സ്ഥിരമായ ഉത്തരമല്ല, അത് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്ന ഒരു ബോധ്യമാണ്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം ഇതാണ്: വേഗതയല്ല, ദിശയാണ് പ്രധാനം. നിങ്ങൾ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും യാത്ര ശരിയായ ദിശയിലാണെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ചില ദിവസങ്ങൾ പിന്നോട്ട് പോയെന്നു തോന്നാം, പക്ഷേ വലിയ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെയാണ്. വീഴ്ചകൾ ജീവിതത്തിന്റെ ശത്രുക്കളല്ല, അവയാണ് ജീവിതത്തെ യാഥാർത്ഥ്യമാക്കുന്നത്. ഇക്കിഗായ് നിങ്ങൾക്ക് വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള കാരണമാകുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് എഴുന്നേൽക്കാനുള്ള മാർഗം കാണിക്കുന്നു. ഇത് രണ്ടും ചേർന്നാൽ ഓരോ വീഴ്ചയും ഒരു പാഠമാകും, ഓരോ പരാജയവും ഒരു പുതിയ തുടക്കമാകും. ഇനി ഈ യാത്ര എവിടേക്കാണ് നയിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ എത്തുന്നത്. സന്തോഷവും പ്രയോജനവും ഒരുമിച്ച് ചേർന്ന ഒരു സമതുലിത ജീവിതത്തിലേക്ക്. കാരണം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും ശീലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തതിന്റെ അന്തിമ ലക്ഷ്യം ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതാണ്. വീഴാം, പക്ഷേ വീണ്ടും എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും പരാജയമാകില്ല. സന്തോഷവും പ്രയോജനവും ഒരുമിച്ച്, സമതുലിത ജീവിതത്തിന്റെ കല. മനുഷ്യൻ ജീവിതത്തിൽ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങളുണ്ട്: സന്തോഷവും അർത്ഥവും. ചിലർ സന്തോഷത്തെ പിന്തുടരുന്നു, ചിലർ അർത്ഥത്തെ. പക്ഷെ ഇവ രണ്ടും വേർതിരിച്ചാണ് പലരും കാണുന്നത്. സന്തോഷം സ്വാർത്ഥമാണെന്നും അർത്ഥമുള്ള ജീവിതം ത്യാഗം ആവശ്യപ്പെടുന്നതാണെന്നും ഒരു ധാരണ നിലനിൽക്കുന്നു. ഇക്കിഗായ് ഈ ധാരണയെ ശാന്തമായി തകർക്കുന്നു. സന്തോഷവും പ്രയോജനവും ഒരുമിച്ച് നിലനിൽക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതം സന്തോഷകരമാകണം എന്ന ആഗ്രഹം സ്വാഭാവികമാണ്. എന്നാൽ താൽക്കാലിക ആനന്ദങ്ങൾ മാത്രം പിന്തുടരുന്ന ജീവിതം ഒടുവിൽ ശൂന്യതയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ അർത്ഥമുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത ജീവിതം ക്ഷീണവും നിരാശയും സൃഷ്ടിക്കും. ഇക്കിഗായ് പറയുന്നത് ഈ രണ്ടിനുമിടയിലെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ തൃപ്തി ഉണ്ടാകണം, അതേസമയം മറ്റുള്ളവർക്ക് എന്തെങ്കിലും രൂപത്തിൽ പ്രയോജനപ്പെടുകയും വേണം. മുൻപ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇക്കിഗായ് ജീവിതത്തിന് ഒരു ദിശ നൽകുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ആ ദിശയിലേക്ക് നീങ്ങാനുള്ള ദിനചര്യ നൽകുന്നു. ഈ രണ്ടും ചേർന്നാൽ ജീവിതം ഒരു ഭാരമല്ല, ഒരു ഒഴുക്കായി മാറുന്നു. നിങ്ങൾ ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ സംരക്ഷിക്കുകയും അതേസമയം ലോകത്തിന് നിങ്ങളുടെ സംഭാവനയായി മാറുകയും ചെയ്യുന്നു. സമതുലിത ജീവിതം എന്നത് എല്ലാം ഒരേ അളവിലുള്ള ജീവിതമല്ല. ചില ഘട്ടങ്ങളിൽ ജോലി മുൻഗണനയാകും, ചില ഘട്ടങ്ങളിൽ കുടുംബം, ചിലപ്പോൾ സ്വയം വളർച്ച. പ്രശ്നം സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതിലല്ല, അത് നഷ്ടപ്പെട്ടു എന്ന ബോധം ഇല്ലാതാകുന്നതിലാണ്. ഇക്കിഗായ് ഉള്ള ഒരാൾക്ക് ഈ ബോധം വ്യക്തമായിരിക്കും. ഇപ്പോൾ ഞാൻ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്ന ചോദ്യം അവരെ ഇടയ്ക്കിടെ തിരുത്തും. അറ്റോമിക് ഹാബിറ്റ്സ് ഇവിടെ വളരെ പ്രായോഗികമായി സഹായിക്കുന്നു. സമതുലിത ജീവിതം വലിയ തീരുമാനങ്ങളിലൂടെ വരുന്നതല്ല, അത് ചെറിയ ശീലങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നു. കുടുംബത്തോടൊപ്പം ദിവസേന കുറച്ച് സമയം മാറ്റിവെക്കുന്ന ശീലം, ആരോഗ്യം സംരക്ഷിക്കുന്ന ചെറിയ തീരുമാനങ്ങൾ, പഠനത്തിനോ ആത്മപരിശോധനയ്ക്കോ വേണ്ടി മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ,
ഇവയാണ് ജീവിതത്തെ കൃത്യമായ പരിധികളിൽ ശരിയായ ഇടങ്ങളിൽ നിലനിർത്തുന്നത്. ഈ ശീലങ്ങൾ ഇല്ലാതെ വന്നാൽ നല്ല ഉദ്ദേശങ്ങൾ പോലും മുങ്ങിപ്പോകും. സന്തോഷവും പ്രയോജനവും ഒന്നിക്കുന്നിടത്ത് സമാധാനമുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതിനു പുറമെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം ഒരിക്കലും ശൂന്യമാകില്ല. വലിയ സ്വാധീനം ചെലുത്തണമെന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന അധ്യാപകനാകാം, ഒരു രോഗിയുടെ വേദന കുറയ്ക്കുന്ന ആരോഗ്യ പ്രവർത്തകനാകാം, ഒരു വായനക്കാരൻ്റെ ചിന്ത മാറ്റുന്ന എഴുത്തുകാരനാകാം. ഇക്കിഗായ് വലുപ്പം ചോദിക്കുന്നില്ല, സത്യസന്ധതയാണ് ചോദിക്കുന്നത്. ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഒരു പ്രധാന കാര്യം വ്യക്തമാകുന്നു. നിങ്ങൾ നേടുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങൾ ആരാകുന്നു എന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മെ ശീലങ്ങളിലൂടെ ആരാകണമെന്ന് പഠിപ്പിച്ചു. ഇക്കിഗായ് നമ്മെ എന്തിനങ്ങനെ ആകണം എന്ന് പഠിപ്പിച്ചു. ഇവ രണ്ടും ചേർന്നപ്പോൾ ജീവിതം ഒരു മത്സരമല്ല, ഒരു സംഭാവനയായി മാറുന്നു. സമൂഹം പലപ്പോഴും നമ്മെ കൂടുതൽ വേണമെന്ന് പഠിപ്പിക്കുന്നു. കൂടുതൽ പണം, കൂടുതൽ അംഗീകാരം, കൂടുതൽ സൗകര്യങ്ങൾ. എന്നാൽ ഇക്കിഗായ് നമ്മെ പഠിപ്പിക്കുന്നത് മതി എന്ന ബോധമാണ്. ഈ മതി പരിമിതിയല്ല, മോചനമാണ്. നിങ്ങൾക്ക് അർത്ഥമുള്ള ജീവിതം നയിക്കാൻ വേണ്ടത് എത്രയാണെന്ന് തിരിച്ചറിയുമ്പോൾ അനാവശ്യ ഓട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനാകും. അറ്റോമിക് ഹാബിറ്റ്സ് ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ സഹായിക്കുന്ന ഘടന നൽകുന്നു. ഈ യാത്രയുടെ അവസാനം ജീവിതം പൂർണ്ണമായി തോന്നുന്നത് എല്ലാം നേടിയതുകൊണ്ടല്ല, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിച്ചതുകൊണ്ടാണ്. ഇക്കിഗായ് നിങ്ങളുടെ ഹൃദയത്തിൽ തെളിയുന്ന ഒരു വിളക്കാണ്. അറ്റോമിക് ഹാബിറ്റ്സ് അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ദിവസേന എടുക്കുന്ന ഒരു ചുവടാണ്, അല്ലെങ്കിൽ ചുവടുകളാണ്. വെളിച്ചവും വഴിയും ഒന്നിച്ചാൽ ഇരുട്ട് പിന്നിലാകും. ഈ ഓഡിയോ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ മാറ്റം വേണ്ട, ഒരു ചെറിയ തീരുമാനം മതി. നിങ്ങളുടെ ഇക്കിഗായെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ ശീലം, അത് പ്രാവർത്തികമാക്കുക. അതാണ് സന്തോഷവും പ്രയോജനവും ഒരുമിച്ച് ചേർന്ന ജീവിതത്തിലേക്കുള്ള യഥാർത്ഥ തുടക്കം. നിങ്ങൾ എന്താണ് നേടിയത് എന്നതല്ല ജീവിതം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ജീവിച്ച ഓരോ ദിവസവും അർത്ഥവത്തായിരുന്നോ എന്നതാണ്. അർത്ഥമുള്ള ഓരോ ദിവസവും മനോഹരമായ ഒരു ജീവിതമാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.